ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എജുഫേസിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ ചാനലിൽ പൊതുവെ നമ്മൾ കറണ്ട് അഫയേഴ്സ് ക്ലാസ്സുകൾ മാത്രമാണ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്ന് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ക്ലാസ്സുമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരികയാണ്. ജൂൺ 19 വായനാ ദിനം ആചരിക്കുകയാണ്. അപ്പോൾ വായനാ ദിനത്തോടനുബന്ധിച്ച് വായനയുമായി ബന്ധപ്പെട്ട ഒരുപാട് ചോദ്യങ്ങൾ, വായനാ ദിനത്തോടനുബന്ധിച്ച് വിവിധ മത്സരങ്ങൾ നടക്കുമ്പോൾ അതിലൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരുപാട് ചോദ്യങ്ങളുമായിട്ടാണ് ഞങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ വന്നിട്ടുള്ളത്. 3 വീഡിയോയിലായിട്ട് ഒരുപാട് പ്രധാനപ്പെട്ട ഫാക്റ്റുകൾ നിങ്ങളുടെ മുന്നിലേക്ക് ഞങ്ങൾ എത്തിക്കുന്നതാണ്. അതുകൂടാതെ തന്നെ ജൂൺ 18 ഓൺലൈനായിട്ട് നമ്മളൊരു ക്വിസ് മത്സരം സംഘടിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ വരുന്ന ചോദ്യങ്ങളൊക്കെ ഞങ്ങൾ നൽകുന്ന ഈ വീഡിയോ ക്ലാസ്സുകളിലുള്ള ചോദ്യങ്ങൾ തന്നെ ആയിരിക്കും. എല്ലാവരും മറക്കാതെ കൃത്യമായിട്ട് അതിൽ പങ്കെടുക്കുക. അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ അറിയാൻ താല്പര്യമുള്ള ആളുകൾ 8086453303 എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യട്ടോ. അപ്പോൾ എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിൽ ചോദിക്കുക. അപ്പോൾ എന്തായാലും ഈ വർഷത്തെ വായനാ ദിനം എവിടെ ആര് സംഘടിപ്പിച്ചാലും അതിൽ ഫസ്റ്റ് പ്രൈസ് അടിച്ചെടുക്കാൻ വേണ്ട ഒരുപാട് ചോദ്യങ്ങളുമായിട്ടാണ് ഞങ്ങൾ നിങ്ങൾക്ക് മുന്നിലേക്ക് വരുന്നത്. അപ്പോൾ എന്തായാലും ചോദ്യങ്ങളിലേക്ക് പോകാം. ഒന്നാമത്തെ ചോദ്യം, ആരുടെ ഓർമ്മയ്ക്കായാണ് ജൂൺ 19 വായനാ ദിനമായി ആചരിക്കുന്നത്? PN പണിക്കരുടെ. അപ്പോൾ PN പണിക്കരുടെ ഓർമ്മയ്ക്കായിട്ടാണ് ജൂൺ 19 വായനാ ദിനമായിട്ട് ആചരിക്കുന്നത്. അപ്പോൾ ജൂൺ 19 വായനാ ദിനം. ഈ ജൂൺ 19 തന്നെ വായനാ ദിനം ആചരിക്കാൻ നമ്മൾ എന്താണ് കാരണം? PN പണിക്കരുടെ ഓർമ്മയ്ക്കായിട്ടാണ് ജൂൺ 19 നമ്മൾ വായനാ ദിനം ആചരിക്കുന്നത്. അപ്പോൾ എന്താണ് PN പണിക്കരുടെ പ്രത്യേകത എന്നതൊക്കെ നമുക്ക് വരുന്ന ചോദ്യങ്ങളിൽ പഠിക്കാം. അടുത്ത പോയിന്റ്, PN പണിക്കർ ജനിച്ചത് എവിടെയാണ്? അപ്പോൾ ജൂൺ 19 വായനാ ദിനം ആചരിക്കാൻ കാരണക്കാരനായ PN പണിക്കർ ജനിച്ചത് എവിടെയാണ്? നീലംപേരൂർ ഗ്രാമത്തിൽ, കോട്ടയം ജില്ലയിലെ നീലംപേരൂർ ഗ്രാമത്തിലാണ് ആര് ജനിച്ചത്? PN പണിക്കർ ജനിച്ചത്. ക്വസ്റ്റ്യൻ നമ്പർ 3, PN പണിക്കർ ജനിച്ചത് എപ്പോഴാണ്? PN പണിക്കർ ജനിച്ചത് ഏത് വർഷമാണെന്ന് ചോദിച്ചാൽ 1909 മാർച്ച് 1 1909 മാർച്ച് 1 PN പണിക്കർ ജനിച്ചത്. അടുത്ത ചോദ്യം, PN പണിക്കരുടെ ചരമദിനം എന്നാണ്? 1995 ജൂൺ 19. അപ്പോൾ ഈ ജൂൺ 19 വായനാ ദിനം ആചരിക്കാനുള്ള കാരണം മനസ്സിലായല്ലോ. PN പണിക്കർ അന്തരിച്ച തീയതിയാണ് ജൂൺ 19. 1995 ജൂൺ 19 PN പണിക്കർ അന്തരിച്ചത്. അതുകൊണ്ടാണ് ജൂൺ 19 വായനാ ദിനമായിട്ട് ആചരിക്കാൻ കാരണം. അടുത്ത ചോദ്യം, എന്നാണ് കേരളത്തിൽ വായനാ ദിനമായി ആചരിക്കുന്നത്? ജൂൺ 19 കേരളത്തിൽ വായനാ ദിനമായിട്ട് ആചരിക്കുന്നത്. ഇപ്പോൾ വായനാ ദിനം എപ്പോഴാണ്? ജൂൺ 19 വായനാ ദിനം. എന്താണ് കാരണം? PN പണിക്കർ അന്തരിച്ചത് ജൂൺ 19. വർഷം ഏതായിരുന്നു? 1995. ഏത് വർഷം മുതലാണ് കേരളത്തിൽ വായനാ ദിനമായി ജൂൺ 19 ആചരിക്കുന്നത് തുടങ്ങിയത്? അപ്പോൾ നമ്മൾ പറഞ്ഞു ജൂൺ 19 വായനാ ദിനം. ഏത് വർഷം മുതലാണ് ജൂൺ 19 വായനാ ദിനമായി ആചരിക്കാൻ തുടങ്ങിയത്? അത് 1996. 1995 PN പണിക്കർ അന്തരിക്കുന്നത്. തൊട്ടടുത്ത വർഷം മുതൽ ജൂൺ 19 നമ്മൾ എന്ത് ചെയ്യാൻ ആരംഭിച്ചു? വായനാ ദിനമായിട്ട് ആചരിക്കാൻ തീരുമാനിച്ചു. അപ്പോൾ ഏത് വർഷം മുതലാണ് ജൂൺ 19 വായനാ ദിനമായിട്ട് ആചരിച്ചത്? 1996 മുതൽ. PN പണിക്കരുടെ മുഴുവൻ പേരെന്താണ്? പുതുവായിൽ നാരായണ പണിക്കർ. അപ്പോൾ P എന്ന് പറഞ്ഞാൽ പുതുവായിൽ എന്നാണ്, N എന്ന് പറഞ്ഞാൽ നാരായണ എന്നാണ്. അപ്പോൾ PN പണിക്കരുടെ പൂർണ്ണ നാമം എന്താണ്? പുതുവായിൽ നാരായണ പണിക്കർ. മറന്നുപോയത് പുതുവായിൽ നാരായണ പണിക്കർ. അടുത്ത ചോദ്യം, കേരളത്തിൽ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ചതാരാണ്? PN പണിക്കരാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് PN പണിക്കരുടെ ചരമദിനം വായനാ ദിനമായിട്ട് ആചരിക്കാൻ കാരണമെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം ഇതാണ്. അദ്ദേഹമാണ് കേരളത്തിൽ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ചത്. അപ്പോൾ കേരളത്തിൽ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ചതാരാണ്? PN പണിക്കരാണ്. കേരളത്തിൽ സംഘടിത ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ചത് എന്നാണ്? അപ്പോൾ എന്നാണ് കേരളത്തിൽ സംഘടിത ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ചതെന്ന് ചോദിച്ചാൽ 1945 സെപ്റ്റംബർ 14 അമ്പലപ്പുഴയിൽ വെച്ചിട്ടാണ് കേരളത്തിൽ സംഘടിത ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന് തുടക്കം കുറിക്കുന്നത്. 1945 സെപ്റ്റംബർ 14. അപ്പോൾ 1945 ഓർത്തു വെക്കണം, അതാണ് വർഷം നമ്മുടെ സംഘടിത ഗ്രന്ഥശാല പ്രസ്ഥാനം ആരംഭിച്ച വർഷം.
തീയതിയും പഠിച്ചു വെക്കണം. അതിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. നമുക്കതിൻ്റെ ഇമ്പോർട്ടൻസിലേക്ക് പിന്നീട് വരാം. സെപ്റ്റംബർ 14 ഗ്രന്ഥശാല പ്രസ്ഥാനം, സംഘടിത ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ചത്. സ്ഥലം എവിടെയാണ്? അമ്പലപ്പുഴയാണ്. അടുത്ത പോയിന്റ്, ഇന്ത്യൻ ലൈബ്രറി പ്രസ്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആരാണ്? SR രംഗനാഥൻ. ഇന്ത്യൻ ലൈബ്രറി പ്രസ്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് SR രംഗനാഥൻ. പേര് മറക്കണ്ട, SR രംഗനാഥനാണ് ഇന്ത്യൻ ലൈബ്രറി പ്രസ്ഥാനത്തിൻ്റെ പിതാവ്. അടുത്ത ചോദ്യം, കേരള ഗ്രന്ഥശാല ദിനം എന്നാണ്? സെപ്റ്റംബർ 14. അപ്പോൾ വായനാ ദിനം ജൂൺ 19, ഗ്രന്ഥശാല ദിനം എപ്പോഴാണ്? സെപ്റ്റംബർ 14. അപ്പോൾ സെപ്റ്റംബർ 14 ഓർത്ത് വെച്ചാൽ 1945 സെപ്റ്റംബർ 14 സംഘടിത ഗ്രന്ഥശാല പ്രസ്ഥാനം ആരംഭിച്ചിട്ടുള്ളത്. അതുകൊണ്ട് സെപ്റ്റംബർ 14 എന്ത് ദിനമായി ആചരിക്കുന്നു? കേരള ഗ്രന്ഥശാല ദിനമായി ആചരിക്കുന്നു സെപ്റ്റംബർ 14. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കേരളത്തിലെ ആദ്യത്തെ വായനശാല ഏതാണ്? ദേശസേവിനി ഗ്രാമീണ വായനശാലയാണ്. എറണാകുളം ജില്ലയിലെ ദേശസേവിനി ഗ്രാമീണ വായനശാലയാണ് കേരളത്തിലെ ആദ്യത്തെ വായനശാല. പേരെന്താണ്? ദേശസേവിനി ഗ്രാമീണ വായനശാല. എവിടെയാണ്? എറണാകുളം ജില്ലയിൽ. അടുത്ത ചോദ്യം, 1829 കേരളത്തിലെ ആദ്യത്തെ പൊതുവായനശാല തിരുവനന്തപുരത്ത് സ്ഥാപിച്ചതാരാണ്? സ്വാതി തിരുനാളാണ്. 1829 കേരളത്തിലെ ആദ്യത്തെ പൊതുവായനശാല തിരുവനന്തപുരത്ത് സ്ഥാപിച്ചതാരാണ്? അത് സ്വാതി തിരുനാളാണ് കേട്ടോ. 1829 കേരളത്തിലെ ആദ്യത്തെ പൊതുവായനശാല തിരുവനന്തപുരത്താണ്. സ്ഥാപിച്ചത് ആരാണ്? സ്വാതി തിരുനാൾ. ആദ്യമായി മലയാള അക്ഷരം അച്ചടിച്ച ഗ്രന്ഥം ഏതാണ്? ഹോർത്തൂസ് മലബാറിക്കസ്. നമുക്കറിയാം ഡച്ചുകാരുടെ വളരെ പ്രധാനപ്പെട്ട ഒരു സംഭാവനയാണ് ഹോർത്തൂസ് മലബാറിക്കസ്, അല്ലേ? അപ്പോൾ ഈ ഹോർത്തൂസ് മലബാറിക്കസ് എന്ന ഗ്രന്ഥത്തിലാണ് ആദ്യമായിട്ട് മലയാള അക്ഷരങ്ങൾ അച്ചടിച്ചിട്ടുള്ളത്. മലയാള അക്ഷരങ്ങൾ അച്ചടിച്ചിട്ടുള്ള ആദ്യത്തെ പുസ്തകം ഹോർത്തൂസ് മലബാറിക്കസ്. ഡച്ചുകാരാണ് ആംസ്റ്റർഡാമിൽ വെച്ചിട്ടാണ് അത് പ്രസിദ്ധീകരിച്ചത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മലയാള സിനിമയിലെ ആദ്യ പിന്നണി ഗാനരചയിതാവ്. അപ്പോൾ ഇത് സിനിമയുമായി ബന്ധപ്പെട്ട ചോദ്യമല്ല, ഒരു സാഹിത്യകാരനാണ്, വളരെ പ്രശസ്തനായിട്ടുള്ള മലയാള സാഹിത്യകാരനാണ് മലയാള സിനിമയിൽ ആദ്യമായിട്ട് പിന്നണി ഗാനരചന നടത്തിയിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേരാണ് ജി ശങ്കരക്കുറുപ്പ്. ജി ശങ്കരക്കുറുപ്പ് നമ്മുടെ ആദ്യത്തെ ജ്ഞാനപീഠ ജേതാവും കൂടിയായിട്ടുള്ള ജി ശങ്കരക്കുറുപ്പാണ് മലയാള സിനിമയിൽ ആദ്യമായിട്ട് പിന്നണി ഗാനരചന നടത്തിയിട്ടുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നിരക്ഷരത നിർമ്മാർജ്ജനത്തിനായി കേരള അനൗപചാരിക വിദ്യാഭ്യാസ വികസന സമിതി PN പണിക്കർ ഉൾപ്പെടെയുള്ളവരുടെ നേതൃത്വത്തിൽ രൂപം നൽകിയ വർഷം 1977. അപ്പോൾ ആ ഒരു വർഷമാണ് നോട്ട് ചെയ്യേണ്ടത്, 1977. വായനാ ദിനവുമായി ബന്ധപ്പെട്ട് 1977 പ്രാധാന്യം എന്താണ്? നിരക്ഷരത നിർമ്മാർജ്ജനം ചെയ്യാൻ വേണ്ടിയിട്ട് കേരള അനൗപചാരിക വിദ്യാഭ്യാസ വികസന സമിതി, എന്താണ് സമിതിയുടെ പേര്? കേരള അനൗപചാരിക വിദ്യാഭ്യാസ വികസന സമിതി, കേരള നോൺ ഫോർമൽ എഡ്യൂക്കേഷൻ കൗൺസിൽ. അപ്പോൾ ഇത് സ്ഥാപിതമായ വർഷം 1977. 17ാമത്തെ ചോദ്യം, കേരള ഗ്രന്ഥശാല സംഘത്തിൻ്റെ മുഖപത്രം ഏതാണ്? ഗ്രന്ഥലോകം. കേരള ഗ്രന്ഥശാല സംഘത്തിൻ്റെ മുഖപത്രം ഗ്രന്ഥലോകം. അപ്പോൾ ഗ്രന്ഥശാല സംഘം ആയതുകൊണ്ട് മുഖപത്രത്തിൻ്റെ പേരിലും ഗ്രന്ഥം എന്നുണ്ട്. ഗ്രന്ഥലോകം ഗ്രന്ഥശാല സംഘത്തിൻ്റെ മുഖപത്രമാണ്. PN പണിക്കർ നയിച്ച ഗ്രന്ഥശാല സംഘത്തിന് ലഭിച്ച യുനെസ്കോ അവാർഡ് ഏതാണെന്നറിയോ? ക്രൂപ്സായ അവാർഡ്. ക്രൂപ്സായ അവാർഡ് എന്ന് പറയുന്ന യുനെസ്കോയുടെ അവാർഡ് PN പണിക്കർ നയിച്ച ഗ്രന്ഥശാല സംഘത്തിന് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ PN പണിക്കർ നയിച്ച ഗ്രന്ഥശാല സംഘത്തിന് ആരുടെ അവാർഡാണ് ലഭിച്ചത്? യുനെസ്കോയുടെ അവാർഡാണ് ലഭിച്ചത്. യുനെസ്കോയുടെ ഏത് അവാർഡാണ് ലഭിച്ചത്? ക്രൂപ്സായ അവാർഡ്. അപ്പോൾ ആ ഒരു വർഷം നമുക്ക് നോക്കണ്ടേ. ക്രൂപ്സായ അവാർഡ് കേരള ഗ്രന്ഥശാല സംഘത്തിന് ലഭിച്ച വർഷം 1975. 1975 ക്രൂപ്സായ അവാർഡ് കേരള ഗ്രന്ഥശാല സംഘത്തിന് ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ 45 പറഞ്ഞു, 77 പറഞ്ഞു, ഇപ്പോൾ നമ്മൾ 75 പറയുന്നത്. ക്രൂപ്സായ അവാർഡ് കേരള ഗ്രന്ഥശാല സംഘത്തിന് ലഭിച്ച വർഷം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, തെക്ക് പാറശാല മുതൽ വടക്ക് കാസർഗോഡ് വരെ പണിക്കരുടെ നേതൃത്വത്തിൽ കാൽനടയായി സാംസ്കാരിക ജാഥ നടത്തിയ വർഷം 1970. അപ്പോൾ അടുത്ത വർഷം നമ്മൾ പഠിക്കുകയാണ് 1970 അടുത്ത വർഷം. എന്താണ് 1970 പ്രത്യേകത? പാറശാല മുതൽ കാസർഗോഡ് വരെ PN പണിക്കരുടെ നേതൃത്വത്തിൽ കാൽനടയായിട്ട് സാംസ്കാരിക ജാഥ നടന്ന വർഷമാണ് 1970. അപ്പോൾ PN പണിക്കരുടെ നേതൃത്വത്തിൽ സാംസ്കാരിക ജാഥ നടന്ന വർഷം 1970. എന്തായിരുന്നു ജാഥയുടെ പ്രധാന മുദ്രാവാക്യം? PN പണിക്കരുടെ നേതൃത്വത്തിൽ 1970 നടന്ന സാംസ്കാരിക ജാഥയുടെ പ്രധാനപ്പെട്ട മുദ്രാവാക്യം എന്താണ്? വായിച്ച് വളരുക,
ചിന്തിച്ച് വിവേകം നേടുക. എന്താണ് മുദ്രാവാക്യം? വായിച്ച് വളരുക, ചിന്തിച്ച് വിവേകം നേടുക. വായിച്ച് വളരുക, ചിന്തിച്ച് വിവേകം നേടുക ആരുടെ മഹത്തായ സന്ദേശമാണ്? PN പണിക്കരുടെ സന്ദേശമാണ്. വായിച്ച് വളരുക, ചിന്തിച്ച് വിവേകം നേടുക എന്നത് ആരുടെ സന്ദേശമാണ്? PN പണിക്കരുടെ സന്ദേശമാണ്. കേരള വിദ്യാഭ്യാസ വകുപ്പ് വായനാ വാരമായി ആചരിക്കുന്നത് ജൂൺ 19 മുതൽ ഏത് ദിവസം വരെയാണ്? അപ്പോൾ ജൂൺ 19 വായനാ ദിനമാണ്. ജൂൺ 19 വായനാ വാരം ആരംഭിക്കുന്നു. എന്നാണ് ഇത് അവസാനിക്കുന്നത്? ജൂൺ 25. അപ്പോൾ ജൂൺ 19 മുതൽ ജൂൺ 25 വരെയാണ് വായനാ വാരമായിട്ട് ആചരിക്കുന്നത്. PN പണിക്കർ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന് നൽകിയ മുദ്രാവാക്യം എന്താണ്? വായിച്ചോണ്ട് വളരൂ എന്നാണ്. PN പണിക്കർ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന് നൽകിയ മുദ്രാവാക്യം എന്താണ്? വായിച്ചോണ്ട് വളരൂ എന്നതാണ്. 25ാമത്തെ ചോദ്യം. 1945 അമ്പലപ്പുഴ PK മെമ്മോറിയൽ ഗ്രന്ഥശാലയിൽ വെച്ച് PN പണിക്കർ വിളിച്ചു ചേർത്ത തിരുവിതാംകൂർ ഗ്രന്ഥശാല സംഘം രൂപീകരണ യോഗത്തിൻ്റെ സമ്മേളനം ഉദ്ഘാടനം ചെയ്തതാരാണ്? സർ CP രാമസ്വാമി അയ്യർ. അന്നത് തിരുവിതാംകൂർ ദിവാനായിരുന്ന സർ CP രാമസ്വാമി അയ്യരാണ് 1945 അമ്പലപ്പുഴ PK മെമ്മോറിയൽ ഗ്രന്ഥശാലയിൽ വെച്ച് PN പണിക്കർ വിളിച്ചു ചേർത്ത തിരുവിതാംകൂർ ഗ്രന്ഥശാല സംഘ രൂപീകരണ യോഗത്തിൻ്റെ സമ്മേളനം ഉദ്ഘാടനം ചെയ്തത്. പേര് മറക്കണ്ട, സർ CP രാമസ്വാമി അയ്യർ. അമ്പലപ്പുഴയിൽ വെച്ചിട്ടാണ് സമ്മേളനം നടന്നത്. 1926 PN പണിക്കർ അദ്ദേഹത്തിൻ്റെ ജന്മനാട്ടിൽ സ്ഥാപിച്ച വായനശാലയാണ് സനാതനധർമ്മം. സനാതനധർമ്മം എന്നതാണ് 1926 PN പണിക്കർ അദ്ദേഹത്തിൻ്റെ ജന്മനാട്ടിൽ സ്ഥാപിച്ച വായനശാലയുടെ പേര്. പേര് മറക്കണ്ട, സനാതനധർമ്മം. അദ്ദേഹത്തിൻ്റെ ഗ്രാമത്തിൽ അദ്ദേഹം സ്ഥാപിച്ച വായനശാലയുടെ പേരാണ് സനാതനധർമ്മം. അടുത്ത പോയിന്റ്. വായനയാണ് വിജയത്തിൻ്റെ അടിസ്ഥാനം എന്ന ആപ്തവാക്യം ആരുടേതാണ്? PN പണിക്കരുടേതാണ്. വായനയാണ് വിജയത്തിൻ്റെ അടിസ്ഥാനം എന്ന ആപ്തവാക്യം ആരുടേതാണ്? PN പണിക്കരുടേതാണ് ഈ ആപ്തവാക്യം. PN പണിക്കർ ഗ്രന്ഥശാല സംഘം സ്ഥാപിതമായത് എന്താണ്? 1945. PN പണിക്കർ ഗ്രന്ഥശാല സംഘം സ്ഥാപിച്ചപ്പോഴാണ് 1945 നമ്മളത് നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ട്. മലയാള ഭാഷയുടെ പിതാവ്. അപ്പോൾ നമ്മൾ PN പണിക്കരുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ അവസാനിക്കുകയാണ്. നമ്മൾ മലയാള സാഹിത്യവുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ പഠിക്കുകയാണ്. വായനാ ദിനവുമായി ബന്ധപ്പെട്ട് എല്ലാ സമയങ്ങളിലും ചോദിക്കുന്ന മലയാള സാഹിത്യവുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ കൂടെ നമുക്ക് പരിചയപ്പെടാം. മലയാള ഭാഷയുടെ പിതാവ് തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛനാണ്, എല്ലാവർക്കും അറിയാം. അഹമ്മദ് നഗർ കോട്ടയിൽ തടവിൽ കഴിഞ്ഞ കാലത്ത് ജവഹർലാൽ നെഹ്റു രചിച്ച കൃതി ഏതാണ്? ഇന്ത്യയെ കണ്ടത്, അല്ലെങ്കിൽ ഡിസ്കവറി ഓഫ് ഇന്ത്യയാണ്. അഹമ്മദ് നഗർ കോട്ടയിൽ തടവിൽ കഴിയുന്ന സമയത്ത് ജവഹർലാൽ നെഹ്റു രചിച്ച കൃതിയുടെ പേരാണ് ഇന്ത്യയെ കണ്ടെത്തൽ, അല്ലെങ്കിൽ ഡിസ്കവറി ഓഫ് ഇന്ത്യ. കിളിപ്പാട്ട് പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവാരാണ്? തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ. കിളിപ്പാട്ട് പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവ് തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ, അല്ലെങ്കിൽ എഴുത്തച്ഛനാണ് കിളിപ്പാട്ട് പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവ്. 2024 അന്താരാഷ്ട്ര ബുക്കർ പുരസ്കാരം നേടിയ ജർമ്മൻ എഴുത്തുകാരി ആരാണ്? അത് ജെനി എർപ്പൻബെക്കാണ്. ജെനി എർപ്പൻബെക്കാണ് 2024 അന്താരാഷ്ട്ര ബുക്കർ പുരസ്കാരം നേടിയത്. പേര് മറക്കണ്ട, ജെനി എർപ്പൻബെക്കാണ് 2024 അന്താരാഷ്ട്ര ബുക്കർ പുരസ്കാരം നേടിയ ജർമ്മൻ എഴുത്തുകാരി. 2024 മെയ്യിൽ അന്തരിച്ച പ്രശസ്ത മലയാളി സാക്ഷരതാ പ്രവർത്തകയാണ് KV റാബിയ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. KV റാബിയ സാക്ഷരതാ പ്രവർത്തകയാണ്. പത്മശ്രീ ഉൾപ്പെടെയുള്ള അവാർഡുകളൊക്കെ നേടിയ വനിത കൂടിയാണ്. 2024 മെയ്യിൽ അന്തരിച്ച പ്രശസ്ത മലയാളി സാക്ഷരതാ പ്രവർത്തകയാണ് KV റാബിയ. വായിച്ചാൽ വിളയും വായിച്ചില്ലേൽ വളയും എന്ന് പറഞ്ഞതാരാണ്? കുഞ്ഞുണ്ണി മാഷാണ്. വായിച്ചാൽ വിളയും വായിച്ചിട്ടില്ലെങ്കിൽ വളയും എന്ന് പറഞ്ഞതാരാണ്? കുഞ്ഞുണ്ണി മാഷാണ് പറഞ്ഞത്. ഇനി 2024 മാതൃഭൂമി സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? സാറാ ജോസഫിനാണ്. 2024 മാതൃഭൂമി സാഹിത്യ പുരസ്കാരം ലഭിച്ചത് സാറാ ജോസഫിനാണ്. മറക്കണ്ട, സാറാ ജോസഫിനാണ്. 2024 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് ആരാണ്? NS മാധവനാണ്. അപ്പോൾ 2025 ഇതൊന്നും പ്രഖ്യാപിച്ചിട്ടില്ല. നിലവിൽ ഇവരാണ് ജേതാക്കൾ. അതുകൊണ്ട് അത് 2024 അല്ലേ എന്ന് വിചാരിച്ചിട്ട് അത് നെവർ മൈൻഡ് ചെയ്യരുത്. ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ വരും. അപ്പോൾ 2024 എഴുത്തച്ഛൻ പുരസ്കാരം നമുക്കറിയാം, മലയാള സാഹിത്യത്തിലെ ഏറ്റവും പരമോന്നത പുരസ്കാരമാണ് എഴുത്തച്ഛൻ പുരസ്കാരം. അപ്പോൾ ഇത് 2024 ലഭിച്ചത് NS മാധവനാണ്. 2024 വയലാർ അവാർഡ്
ലഭിച്ചതാർക്കാണ്? അത് അശോകൻ ചെരുവിലിനാണ്. അശോകൻ ചെരുവിലിനാണ് 2024 വയലാർ അവാർഡ് ലഭിച്ചിട്ടുള്ളത്. പേര് മറക്കണ്ട, അശോകൻ ചെരുവിലിനാണ് 2024 വയലാർ അവാർഡ് ലഭിച്ചിട്ടുള്ളത്. കേരള സാഹിത്യ അക്കാദമിയുടെ മുഖപത്രം ഏതാണ്? സാഹിത്യ ലോകമാണ്. നമ്മൾ പറഞ്ഞു ഗ്രന്ഥശാല സംഘത്തിൻ്റെത് ഗ്രന്ഥലോകമാണ്. കേരള സാഹിത്യ അക്കാദമിയുടെ മുഖപത്രം ഏതാണ്? സാഹിത്യ ലോകം. സാഹിത്യ അക്കാദമി സാഹിത്യ ലോകം, ഗ്രന്ഥശാല സംഘത്തിൻ്റെത് ഗ്രന്ഥലോകം. മനസ്സിലായല്ലോ? സാഹിത്യ അക്കാദമി സാഹിത്യ ലോകം, ഗ്രന്ഥശാല സംഘത്തിൻ്റെത് ഗ്രന്ഥലോകം. അപ്പോൾ പേരുമായിട്ടുള്ള കണക്ഷൻ ഓർത്ത് വെക്കുക. അടുത്ത പോയിന്റ് 2024 ജ്ഞാനപീഠ പുരസ്കാരം. നമുക്കറിയാം ഇന്ത്യയിലെ ഏറ്റവും വലിയ സാഹിത്യ പുരസ്കാരമാണ് ജ്ഞാനപീഠ പുരസ്കാരം. ആദ്യം ലഭിച്ചത് മലയാളിയായിട്ടുള്ള ജി ശങ്കരക്കുറുപ്പിനാണ്. നമ്മൾ പറഞ്ഞു ആദ്യത്തെ മലയാള സിനിമയിലെ ആദ്യത്തെ പിന്നണി ഗാന രചയിതാവ് കൂടിയാണ് ജി ശങ്കരക്കുറുപ്പ്. എന്നാൽ 2024 ജ്ഞാനപീഠ പുരസ്കാരം നേടിയത് ഹിന്ദി സാഹിത്യകാരനായിട്ടുള്ള വിനോദ് കുമാർ ശുക്ലയ്ക്കാണ്. പേര് മറക്കണ്ട, വിനോദ് കുമാർ ശുക്ലയ്ക്കാണ് 2024 ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത്. 2024 ഓടക്കുഴൽ പുരസ്കാരം നേടിയതോ കെ അരവിന്ദാക്ഷനാണ്. 2024 ഓടക്കുഴൽ പുരസ്കാരം നേടിയത് കെ അരവിന്ദാക്ഷനാണ്. ഓടക്കുഴൽ ജി ശങ്കരക്കുറുപ്പിൻ്റെ കൃതിയാണ്. ഈ ഓടക്കുഴൽ എന്ന ജി ശങ്കരക്കുറുപ്പിൻ്റെ കൃതിക്കാണ് അദ്ദേഹത്തിന് ആദ്യമായിട്ട് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത്. അടുത്ത പോയി 2024 സരസ്വതി സമ്മാൻ ലഭിച്ചത് ആർക്കാണ്? പ്രഭാവർമ്മയ്ക്കാണ്. 2024 സരസ്വതി സമ്മാൻ ലഭിച്ചത് ആർക്കാണ്? പ്രഭാവർമ്മയ്ക്കാണ് പുരസ്കാരം ലഭിച്ചിട്ടുള്ളത്. കേരളത്തിലെ ആദ്യ പബ്ലിക് ലൈബ്രറി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? തിരുവനന്തപുരം. നമ്മൾ പറഞ്ഞല്ലോ സ്വാതി തിരുനാളാണ് ഇത് സ്ഥാപിച്ചത് എന്ന്. അപ്പോൾ കേരളത്തിലെ ആദ്യത്തെ പബ്ലിക് ലൈബ്രറി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? തിരുവനന്തപുരത്താണ്. APJ അബ്ദുൽ കലാമിനെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച പുസ്തകം ഏതാണ്? ലൈറ്റ് ഫ്രം മെനി ലാംപ്സ്. ഏതാണ്? ലൈറ്റ് ഫ്രം മെനി ലാംപ്സ് എന്ന പുസ്തകമാണ് APJ അബ്ദുൽ കലാമിനെ സ്വാധീനിച്ച ഏറ്റവും പ്രധാനപ്പെട്ട പുസ്തകം എന്ന് പറഞ്ഞ പുസ്തകത്തിൻ്റെ പേരെന്താണ്? ലൈറ്റ് ഫ്രം മെനി ലാംപ്സ്. 2025 പത്മവിഭൂഷൺ മരണാനന്തര ബഹുമതിയായി നേടിയ മലയാളിയാണ് നമ്മുടെ അഭിമാന എഴുത്തുകാരനായിട്ടുള്ള MT വാസുദേവൻ നായർ. 2025 പത്മവിഭൂഷൺ മരണാനന്തര ബഹുമതിയായിട്ട് നേടിയിട്ടുള്ള മലയാളിയാണ് MT വാസുദേവൻ നായർ. മലയാളത്തിലെ ആധുനിക കവിത്രയങ്ങളിൽ ഉൾപ്പെട്ട കവികൾ ആരൊക്കെയാണ്? കുമാരനാശാൻ, ഉള്ളൂർ, വള്ളത്തോൾ. കുമാരനാശാൻ, ഉള്ളൂർ, വള്ളത്തോൾ ഇവരാണ് ആധുനിക കവിത്രയങ്ങൾ എന്ന് പറയുന്നത്. ആശാൻ, ഉള്ളൂർ, വള്ളത്തോൾ. ഓർത്ത് നോക്കുക. എഴുത്തച്ഛൻ, ചെറുശ്ശേരി, കുഞ്ചൻ നമ്പ്യാർ ഇവർ മൂന്നുമാണ് പ്രാചീന കവിത്രയങ്ങൾ എന്നറിയപ്പെടുന്നത്. ആധുനിക കവിത്രയങ്ങൾ ആരാണ്? കുമാരനാശാൻ, ഉള്ളൂർ, വള്ളത്തോൾ. ആസാം പണിക്കാർ എന്ന കവിതയുടെ രചയിതാവ് ആരാണ്? വൈലോപ്പിള്ളി ശ്രീധരമേനോൻ. ആസാം പണിക്കാർ എന്ന കവിതയുടെ രചയിതാവാണ് വൈലോപ്പിള്ളി ശ്രീധരമേനോൻ. 47ാമത്തെ ചോദ്യം. മലയാള സാഹിത്യത്തിലെ ആദ്യ നോവൽ എന്ന് കണക്കാക്കപ്പെടുന്ന ഇന്ദുലേഖയുടെ കർത്താവ് ആരാണ്? O. ചന്തുമേനോൻ. മലയാള സാഹിത്യത്തിലെ ആദ്യ നോവൽ ഏതാണ്? അത് ഇന്ദുലേഖയാണ്. മലയാള സാഹിത്യത്തിലെ ആദ്യ നോവൽ ഏതാണ്? ഇന്ദുലേഖയാണ്. ഇന്ദുലേഖ എഴുതിയതാരാണ്? O. ചന്തുമേനോൻ. മലയാള സാഹിത്യത്തിലെ ആദ്യത്തെ നോവൽ ഇന്ദുലേഖ, അതെഴുതിയത് ചന്തുമേനോൻ. മഹാകവി ജി ശങ്കരക്കുറുപ്പിന് ജ്ഞാനപീഠ പുരസ്കാരം നേടിക്കൊടുത്ത കവിതാ സമാഹാരമാണ് ഓടക്കുഴൽ. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ അല്ലേ? ഓടക്കുഴൽ അവാർഡ് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു. ഈ ഓടക്കുഴൽ എന്ന് പറയുന്ന കവിതാ സമാഹാരമാണ് മഹാകവി ജി ശങ്കരക്കുറുപ്പിന് ജ്ഞാനപീഠ പുരസ്കാരം നേടിക്കൊടുത്തത്. ജി ശങ്കരക്കുറുപ്പാണ് ജ്ഞാനപീഠ പുരസ്കാരം നേടിയ ആദ്യത്തെ വ്യക്തി. ജ്ഞാനപീഠ പുരസ്കാരം ഇന്ത്യയിലെ ഏറ്റവും വലിയ സാഹിത്യ പുരസ്കാരമാണ്. ഖസാക്കിൻ്റെ ഇതിഹാസം എന്ന നോവൽ എഴുതിയതാരാണ്? OV വിജയനാണ്. ഖസാക്കിൻ്റെ ഇതിഹാസം എഴുതിയത് OV വിജയനാണ്. മലയാളത്തിലെ ആദ്യ നാടകം ഏതാണ്? മണിപ്രവാള ശാകുന്തളം. മലയാളത്തിലെ ആദ്യത്തെ നാടകത്തിൻ്റെ പേര് പഠിച്ചു നോക്കുക. മണിപ്രവാള ശാകുന്തളം. എന്താണ് പേര്? മണിപ്രവാള ശാകുന്തളം. മണിപ്രവാള ശാകുന്തളത്തിൻ്റെ രചയിതാവാരാണ്? കേരളവർമ്മ വലിയ കോയിത്തമ്പുരാണ്. മണിപ്രവാള ശാകുന്തളത്തിൻ്റെ രചയിതാവ് കേരളവർമ്മ വലിയ കോയിത്തമ്പുരാനാണ്. എന്താണ് മണിപ്രവാള ശാകുന്തളത്തിൻ്റെ പ്രത്യേകത? ആദ്യത്തെ നാടകമാണ്. മലയാളത്തിലെ ആദ്യത്തെ നാടകമാണ്. അരുന്ധതി റോയുടെ ദി ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് എന്ന കേരള പശ്ചാത്തലത്തിൽ എഴുതിയ നോവലിന് മാൻ ബുക്കർ പ്രൈസ് ലഭിച്ചത് ഏത് വർഷമാണ്? 1997. അപ്പം ബുക്കർ പ്രൈസ് ലഭിച്ച ഒരേയൊരു മലയാളിയാണ് നമ്മുടെ അരുന്ധതി റോയ്. അവരുടെ ഏത് പുസ്തകത്തിനാണ് ബുക്കർ പ്രൈസ് ലഭിച്ചത്? ദ ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് എന്ന പുസ്തകത്തിനാണ്. അപ്പോൾ അതിന് നമ്മുടെ ബുക്കർ പ്രൈസ് ലഭിച്ച വർഷം 1997. അപ്പം
ആദ്യമായിട്ട് ബുക്കർ പ്രൈസ് ലഭിച്ച മലയാളി അരുന്ധതി റോയിയാണ്. ഏത് പുസ്തകത്തിനാണ് ലഭിച്ചത്? ഗോഡ് ഓഫ് സ്മോൾ തിങ്സിനാണ്. വർഷം ഏതാണ്? 1997. മുത്തശ്ശി എന്ന നോവലിൻ്റെ കർത്താവ് ആരാണ്? ചെറുകാടാണ്. മുത്തശ്ശി എന്ന നോവലിൻ്റെ കർത്താവ് ചെറുകാട് ഗോവിന്ദ പിഷാരടിയാണ്. മുത്തശ്ശി എന്ന നോവലിൻ്റെ കർത്താവ്. തിക്കോടിയൻ എന്നറിയപ്പെടുന്നത് ആരാണ്? പി കുഞ്ഞനന്ദൻ നായരാണ്. തിക്കോടിയൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത് പി കുഞ്ഞനന്ദൻ നായരാണെന്ന് പഠിച്ചു വെക്കുക. എന്താണ് പേര്? പി കുഞ്ഞനന്ദൻ നായരാണ് തിക്കോടിയൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെട്ടത്. ചെറുകാട് എന്നറിയപ്പെടുന്ന ആരാണ്? ഗോവിന്ദ പിഷാരടിയാണ്. നമ്മൾ പറഞ്ഞല്ലോ മുത്തശ്ശി എന്ന രചന നടത്തിയത് ചെറുകാട് ഗോവിന്ദ പിഷാരടിയാണ്. അപ്പം ചെറുകാട് എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന ആരാണ്? ഗോവിന്ദ പിഷാരടിയാണ്. ആശാമേനോൻ എന്നറിയപ്പെടുന്ന ആരാണ്? കെ ശ്രീകുമാർ. ആശാമേനോൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന ആരാണ്? കെ ശ്രീകുമാറാണ് കേട്ടോ, പഠിച്ചു വെക്കണം. നന്ദനാർ എന്നറിയപ്പെടുന്ന ആരാണ്? പി സി ഗോപാലൻ. നന്ദനാർ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന ആരാണ്? പി സി ഗോപാലനാണ് നന്ദനാർ എന്ന പേരിൽ അറിയപ്പെടുന്നത്. പേര് മറക്കരുത്, നന്ദനാർ പി സി ഗോപാലൻ. ആനന്ദ് ആരുടെ തൂലികാനാമമാണ്? പി സച്ചിദാനന്ദൻ. ആനന്ദ് പി സച്ചിദാനന്ദൻ്റെ തൂലികാനാമമാണ്, അതും ശ്രദ്ധിക്കുക. ഇനി മാലി എന്നറിയപ്പെടുന്ന ആരാണ്? വി മാധവൻ നായരാണ്. മാലി എന്നത് മറ്റൊരു തൂലികാനാമമാണ്. ആരുടെ തൂലികാനാമമാണ് മാലി എന്നത്? വി മാധവൻ നായരുടെ തൂലികാനാമമാണ് മാലി എന്നത്. ഉറൂബ് ആരാണ്? പി സി കുട്ടിക്കൃഷ്ണനാണ്. ഉറൂബിൻ്റെ പ്രധാനപ്പെട്ട രചനയാണ് സുന്ദരികളും സുന്ദരന്മാരും എന്നത്. അപ്പോൾ ഈ ഉറൂബിൻ്റെ യഥാർത്ഥ നാമം എന്താണ്? പി സി കുട്ടിക്കൃഷ്ണൻ എന്നാണ്, പഠിച്ചു വെക്കണം. ഉറൂബ് പി സി കുട്ടിക്കൃഷ്ണൻ. മലയാളത്തിൽ ആദ്യമായി എഴുതപ്പെട്ട സഞ്ചാര സാഹിത്യകൃതി ഏതാണ്? വർത്തമാന പുസ്തകമാണ്. അപ്പോൾ നമ്മളൊരു നാട്ടിൽ പോയി കഴിഞ്ഞാൽ അവിടുത്തെ ഒരുപാട് വർത്തമാനങ്ങൾ പറയാനുണ്ടാവും അല്ലേ? അപ്പോൾ അത് ഓർത്ത് വെക്കുക. മലയാളത്തിൽ ആദ്യമായി എഴുതപ്പെട്ട സഞ്ചാര സാഹിത്യകൃതിയുടെ പേരാണ് വർത്തമാന പുസ്തകം. അപ്പോൾ ഇതാരാണ് എഴുതിയെന്ന് അറിയണ്ടേ? വർത്തമാന പുസ്തകം വിദേശത്ത് പോയിട്ട് മലയാളത്തിൽ ആദ്യമായിട്ടൊരു സഞ്ചാര സാഹിത്യകൃതി എഴുതിയ ആൾ ആരാണെന്ന് അറിയേണ്ടത് ആരാണ്? പാറാമേക്കൽ തോമ കത്തനാരാണ്. പാറാമേക്കൽ തോമ കത്തനാരാണ് വർത്തമാന പുസ്തകം എന്ന ആദ്യത്തെ മലയാള സഞ്ചാര സാഹിത്യകൃതി എഴുതിയത്. പേര് മറക്കണ്ട, പാറമേക്കൽ തോമ കത്തനാരാണ് വർത്തമാന പുസ്തകം എഴുതിയത്. കാപ്പിരികളുടെ നാട്ടിൽ എന്ന യാത്രാവിവരണ ഗ്രന്ഥം എഴുതിയവരാണ്? നമ്മുടെ എസ് കെ പൊറ്റക്കാരനാണ്. മലയാളത്തിലെ ഏറ്റവും അറിയപ്പെട്ട സഞ്ചാര സാഹിത്യകാരനായിട്ടുള്ള എസ് കെ പൊറ്റക്കാരനാണ് കാപ്പിരികളുടെ നാട്ടിൽ എന്ന് പറയുന്ന യാത്രാവിവരണ ഗ്രന്ഥം എഴുതിയിട്ടുള്ളത്. സാമൂഹിക പരിഷ്കരണത്തെ ലക്ഷ്യമാക്കി വി ഡി ഭട്ടതിരിപ്പാട് രചിച്ച നാടകമാണ് അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക്. അപ്പോൾ അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്നറിയപ്പെടുന്ന വളരെ പ്രധാനപ്പെട്ട നാടകം എഴുതിയതാരാണ്? വി ഡി ഭട്ടതിരിപ്പാട് കേട്ടോ, പേര് പഠിച്ചു നോക്കുക. അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എഴുതിയതാരാണ്? വി ഡി ഭട്ടതിരിപ്പാട്. ഇടശ്ശേരി രചിച്ച പ്രശസ്തമായ നാടകം ഏതാണ്? കൂട്ടുകൃഷിയാണ്. ഇടശ്ശേരി രചിച്ച പ്രശസ്തമായ നാടകമാണ് കൂട്ടുകൃഷി എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പോൾ കൂട്ടുകൃഷി രചിച്ചതാരാണ്? ഇടശ്ശേരിയാണ്. ഇടശ്ശേരി ഗോവിന്ദൻ നായരാണ്. മലയാളത്തിലെ ആദ്യത്തെ ചെറുകഥ ഏതാണ്? വാസനാവികൃതിയാണ്. മലയാളത്തിലെ ആദ്യത്തെ ചെറുകഥ ഏതാണ്? വാസനാവികൃതിയാണ് മലയാളത്തിലെ ആദ്യത്തെ ചെറുകഥ. മറന്നു പോകരുത്, വാസനാവികൃതി. തൃക്കോട്ടൂർ കഥകളുടെ രചയിതാവാരാണ്? യു എ ഖാദറാണ്. തൃക്കോട്ടൂർ പെരുമ എന്ന പേരിലൊക്കെ പ്രത്യേക രചന നടത്തിയുള്ള വ്യക്തി കൂടിയാണ് യു എ ഖാദർ. അപ്പോൾ തൃക്കോട്ടൂർ കഥകളുടെ രചയിതാവ് എന്നറിയപ്പെടുന്ന ആരാണ്? യു എ ഖാദർ. കുറ്റിപ്പെൻസിൽ എഴുതിയതാരാണ്? കുഞ്ഞുണ്ണി മാഷാണ്. കുഞ്ഞുണ്ണി മാഷാണ് കുറ്റിപ്പെൻസിൽ എഴുതിയത്. നമ്മൾ നേരത്തെ പറഞ്ഞു വായിച്ചാൽ വിളയും വായിച്ചില്ലെങ്കിൽ വളയും എന്ന് പറഞ്ഞതും കുഞ്ഞുണ്ണി മാഷ് തന്നെയായിരുന്നു. അപ്പോൾ കുറ്റിപ്പെൻസിൽ എന്ന് പറയുന്നത് എഴുതിയതാരാണ്? കുഞ്ഞുണ്ണി മാഷ് തന്നെയാണ്. രാമചരിതമാനസം എഴുതിയതാരാണ്? തുളസീദാസാണ്. രാമചരിതമാനസം എന്ന് പറയുന്ന രചന നടത്തിയതാരാണ്? തുളസീദാസാണ് രാമചരിതമാനസം എഴുതിയത്. രാജ്യങ്ങളിൽ നിരോധിക്കപ്പെടുന്ന പുസ്തകങ്ങൾക്ക് പറയുന്ന പേരെന്താണ്? റെഡ് ബുക്ക് എന്നാണ്. റെഡ് ഡാറ്റ ബുക്ക് അത് വേറെയാണ്. അത് വംശനാശ ഭീഷണി നേരിടുന്ന മൃഗങ്ങളുടെ ലിസ്റ്റാണ്. എന്നാൽ ഒരു രാജ്യത്ത് നിരോധിക്കപ്പെടുന്ന പുസ്തകങ്ങൾക്ക് പറയുന്ന പേരാണ് റെഡ് ബുക്ക് എന്നത്. ദി പോസ്റ്റ്മാൻ ആരുടെ ചെറുകഥയാണ്? രവീന്ദ്രനാഥ് ടാഗോർ. അപ്പോൾ രവീന്ദ്രനാഥ് ടാഗോർ നമുക്കറിയാം ഇന്ത്യയിൽ ആദ്യമായിട്ട് സാഹിത്യത്തിന് നോബൽ സമ്മാനം, സാഹിത്യത്തിന് മാത്രമല്ല നോബൽ സമ്മാനം തന്നെ ലഭിച്ച ആദ്യത്തെ ഏഷ്യക്കാരനും കൂടിയാണ് ടാഗോർ. അദ്ദേഹത്തിന് സാഹിത്യത്തിനാണ് നോബൽ സമ്മാനം ലഭിച്ചത്. ഗീതാഞ്ജലി എന്ന് പറഞ്ഞ രചനക്കാണ് പുരസ്കാരം ലഭിച്ചത്. അപ്പോൾ ദ പോസ്റ്റ്മാൻ എന്ന് പറയുന്ന ചെറുകഥയും ആരുടേതാണ്? രവീന്ദ്രനാഥ് ടാഗോറിൻ്റെതാണ്. അപ്പോൾ ദ പോസ്റ്റ്മാൻ എഴുതിയത് രവീന്ദ്രനാഥ് ടാഗോർ. നെൽസൺ മണ്ടേലയുടെ ആത്മകഥയുടെ പേരെന്താണ്? ലോങ് വാക്ക് ടു ഫ്രീഡം. നെൽസൺ മണ്ടേലയുടെ ആത്മകഥയുടെ പേരാണ് ലോങ് വാക്ക് ടു
ഫ്രീഡം. മാവേലി നാടുവാണിടുങ്കാലം മനുഷ്യരെല്ലാവരും ഒന്നുപോലെ. ഇത് ആരുടെ വരികളാണ്? സഹോദരൻ അയ്യപ്പൻ്റെ വരികളാണ്. മാവേലി നാടുവാണിടുങ്കാലം മനുഷ്യരെല്ലാവരും ഒന്നുപോലെ എന്ത് ആരുടെ വരികളാണ്? സഹോദരൻ അയ്യപ്പൻ്റെ വരികളാണ് ഇത് എന്ന കാര്യം പ്രത്യേകം ഓർത്തു വെക്കുക. കാവ്യലോക സ്മരണകൾ ആരുടെ ആത്മകഥയാണ്? വൈലോപ്പിള്ളി ശ്രീധരമേനോൻ്റെ ആത്മകഥയാണ് കാവ്യലോക സ്മരണകൾ. കാവ്യലോക സ്മരണകൾ എന്നത് വൈലോപ്പിള്ളി ശ്രീധരമേനോൻ്റെ ആത്മകഥയാണ്. ഇത് നമുക്ക് എല്ലാവർക്കും കേട്ട് പരിചയമുള്ളൊരു പാട്ടാണ് കാക്കേ കാക്കേ കൂടെവിടെ എന്നത് അല്ലേ. ഇത് ആരാണ് എഴുതിയെന്നറിയോ? ഉള്ളൂർ എസ് പരമേശ്വരയ്യരാണ്. ഉള്ളൂർ എസ് പരമേശ്വരയ്യരാണ് കാക്കേ കാക്കേ കൂടെവിടെ എന്ന് തുടങ്ങുന്ന കവിത എഴുതിയിട്ടുള്ളത്. 1.25 കോടി മലയാളികൾ എന്ന് എഴുതിയാരാണ്? EMS നമ്പൂതിരിപ്പാട്. കേരളത്തിലെ ആദ്യത്തെ മുഖ്യമന്ത്രിയായിരുന്ന EMS നമ്പൂതിരിപ്പാടാണ് 1.25 കോടി മലയാളികൾ എന്ന് പറയുന്ന വളരെ പ്രശസ്തമായിട്ടുള്ള രചന നടത്തിയിട്ടുള്ളത്. മലയാള സാഹിത്യത്തിലെ പൂങ്കുയിൽ എന്നറിയപ്പെടുന്ന ആരാണ്? വള്ളത്തോൾ നാരായണ മേനോനാണ്. മലയാള സാഹിത്യത്തിലെ പൂങ്കുയിൽ എന്നറിയപ്പെടുന്ന ആരാണ്? വള്ളത്തോൾ നാരായണ മേനോനാണ്. മലയാള ഭാഷയുടെ പിതാവ് എന്നറിയപ്പെടുന്ന നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ, അത് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛനാണ് മലയാള ഭാഷയുടെ പിതാവ് എന്നറിയപ്പെടുന്നത്. മലയാളത്തിലെ ആദ്യത്തെ നോവൽ അത് നമ്മൾ പറഞ്ഞു കുന്തലത അല്ലേ. കുന്തലതയാണ് മലയാളത്തിലെ ആദ്യത്തെ നോവൽ. അപ്പു നെടുങ്ങാടിയാണ് കേട്ടോ. അപ്പു നെടുങ്ങാടിയാണ് കുന്തലത എന്ന് പറയുന്ന നോവൽ എഴുതിയിട്ടുള്ളത്. ആദ്യത്തെ നോവൽ ഏതാണ്? കുന്തലത, അപ്പു നെടുങ്ങാടി. ലക്ഷണമൊത്ത ആദ്യത്തെ നോവലാണ് ഇന്ദുലേഖ, അത് ചന്തുമേനോൻ. മറന്നുപോയത് ആദ്യത്തെ നോവൽ ചോദിച്ചാൽ ഏതാണ്? കുന്തലത. എഴുതിയതാരാണ്? അപ്പു നെടുങ്ങാടി. ലക്ഷണമൊത്ത ആദ്യത്തെ നോവലാണ് ഏത്? ഇന്ദുലേഖ. ഇന്ദുലേഖ എഴുതിയതാരാണ്? ചന്തുമേനോൻ. ചന്തുമേനോൻ. മലയാളത്തിലെ ആദ്യത്തെ നിഘണ്ടു തയ്യാറാക്കിയതാരാണ്? ഹെർമൻ ഗുണ്ടർട്ട്. ജർമ്മൻകാരനായിട്ടുള്ള ഹെർമൻ ഗുണ്ടർട്ടാണ് മലയാളത്തിൽ ഒരു നിഘണ്ടു ആദ്യമായിട്ട് ഉണ്ടാക്കുന്നത്. മലയാളത്തിലെ ആദ്യത്തെ പത്രമായിട്ടുള്ള രാജ്യസമാചാരം പുറത്തിറക്കിയതും ഈ ജർമ്മൻകാരൻ തന്നെയാണ്. മലയാളത്തിലെ ആദ്യത്തെ നിഘണ്ടു തയ്യാറാക്കിയത് ഹെർമൻ ഗുണ്ടർട്ടാണ്. ജ്ഞാനപ്പാനയുടെ കർത്താവ് ആരാണ്? പൂന്താനം നമ്പൂതിരിയാണ്. ജ്ഞാനപ്പാനയുടെ കർത്താവ് പൂന്താനം നമ്പൂതിരി. ജ്ഞാനപ്പാന എന്ന രചന നടത്തിയതാരാണ്? പൂന്താനം നമ്പൂതിരിയാണ്. കേരളത്തിലെ ഏറ്റവും പ്രശസ്തനായ മാപ്പിളപ്പാട്ട് കവിയാണ് മോയിൻകുട്ടി വൈദ്യർ. കേരളത്തിലെ ഏറ്റവും പ്രശസ്തനായിട്ടുള്ള മാപ്പിളപ്പാട്ട് കവിയാണ് മോയിൻകുട്ടി വൈദ്യർ. മലയാളത്തിലെ ആദ്യത്തെ ഖണ്ഡകാവ്യം ഏതാണ്? വീണപൂവാണ്. കുമാരനാശാൻ എഴുതിയിട്ടുള്ള വീണപൂവാണ് മലയാളത്തിലെ ആദ്യത്തെ ഖണ്ഡകാവ്യം എന്ന് പറയുന്നത്. മലയാളത്തിലെ ആദ്യ ഖണ്ഡകാവ്യം ഏതാണ്? വീണപൂവാണ്. കഥകളിയുടെ സാഹിത്യ രൂപമാണ് ഇത്? ആട്ടക്കഥ. കഥകളിയുടെ സാഹിത്യ രൂപത്തിന് പറയുന്ന പേരെന്താണ്? ആട്ടക്കഥ എന്നാണ് കഥകളിയുടെ സാഹിത്യ രൂപത്തിന് പറയാം. മലബാർ മാനുവൽ എന്ന പ്രശസ്തമായ ചരിത്ര ഗ്രന്ഥം രചിച്ചതാരാണ്? വില്യം ലോഗനാണ്. ബ്രിട്ടീഷുകാരനായിട്ടുള്ള വില്യം ലോഗനാണ് മലബാർ മാനുവൽ എന്ന് പറയുന്ന കേരളത്തെക്കുറിച്ചുള്ള വളരെ പ്രശസ്തമായിട്ടുള്ള പ്രധാനപ്പെട്ട ചരിത്ര രചന നടത്തിയിട്ടുള്ളത്. അപ്പം മലബാർ മാനുവൽ എഴുതിയതാരാണ്? വില്യം ലോഗനാണ്. മലബാർ മാനുവൽ എന്ന പ്രശസ്തമായ ചരിത്ര ഗ്രന്ഥം, അത് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. വില്യം ലോഗനാണ്. മാപ്പിള ലഹളയുടെ പശ്ചാത്തലത്തിൽ ആശാൻ എഴുതിയ ഖണ്ഡകാവ്യം ഏതാണ്? ദുരവസ്ഥയാണ്. മാപ്പിള ലഹള 1921 മലബാർ കലാപത്തിൻ്റെ പശ്ചാത്തലത്തിൽ കുമാരനാശാൻ എഴുതിയ ഖണ്ഡകാവ്യം ഏതാണ്? ദുരവസ്ഥയാണ് കേട്ടോ. പേര് പഠിച്ചു നോക്കുക, ദുരവസ്ഥ. ചരിത്രത്തിനൊപ്പം നടന്ന ഒരാൾ എന്ന ജീവചരിത്രം ആരെക്കുറിച്ചുള്ളതാണ്? EMS നമ്പൂതിരിപ്പാടിനെ കുറിച്ചുള്ള. അപ്പോൾ നമ്മൾ പറഞ്ഞു 1.25 കോടി മലയാളികൾ എന്ന് പറയുന്ന പുസ്തകം എഴുതിയത് EMS ആണ്. ചരിത്രത്തിനൊപ്പം നടന്ന ഒരാൾ എന്ന ജീവചരിത്രം ആരെക്കുറിച്ചുള്ളതാണ്? EMS നമ്പൂതിരിപ്പാടിനെ കുറിച്ചിട്ടാണ് ചരിത്രത്തിനൊപ്പം നടന്ന ഒരാൾ എന്ന ജീവചരിത്രം എഴുതപ്പെട്ടിട്ടുള്ളത്. എന്നിലൂടെ എന്ന ആത്മകഥ ആരുടേതാണ്? കുഞ്ഞുണ്ണി മാഷിൻ്റെതാണ്. എന്നിലൂടെ എന്ന് പറയുന്ന ആത്മകഥ എഴുതിയത് കുഞ്ഞുണ്ണി മാഷാണ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, വായിച്ചാൽ വിളയും വായിച്ചിട്ടില്ലെങ്കിൽ വളയും എന്ന് പറയുന്നത് കുഞ്ഞുണ്ണി മാഷാണ്. എന്നിലൂടെ എന്ന ആത്മകഥ എഴുതിയതും കുഞ്ഞുണ്ണി മാഷാണ്. കുറ്റി പെൻസിൽ എഴുതിയതും കുഞ്ഞുണ്ണി മാഷ് തന്നെയാണ്. ഇനി 90ാമത്തെ ചോദ്യം. കേരള വാൽമീകി എന്നറിയപ്പെടുന്ന ആരാണ്? വള്ളത്തോൾ നാരായണ മേനോനാണ്. വള്ളത്തോൾ നാരായണ മേനോൻ. അവിടെ സ്പെല്ലിങ്ങിൽ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്, അത് വള്ളത്തോൾ നാരായണ മേനോൻ എന്ന് വായിക്കുക. അപ്പോൾ കേരള വാൽമീകി എന്നറിയപ്പെടുന്നത് വള്ളത്തോൾ നാരായണ മേനോനാണ്. എഴുത്തച്ഛൻ പുരസ്കാരം വീട്ടിൽ കൊണ്ടുവന്ന് തന്നാൽ മാത്രമേ താൻ സ്വീകരിക്കുകയുള്ളൂ എന്ന് നിർബന്ധം പിടിച്ച സാഹിത്യകാരനാണ് പൊൻകുന്നം വർക്കി. നമ്മൾ പറഞ്ഞു കേരളത്തിലെ ഏറ്റവും വലിയ സാഹിത്യത്തിനുള്ള പുരസ്കാരമാണ് എഴുത്തച്ഛൻ പുരസ്കാരം. അത് വീട്ടിൽ കൊണ്ടുവന്ന് തന്നാൽ മാത്രമേ താൻ സ്വീകരിക്കുകയുള്ളൂ എന്ന് നിർബന്ധം പിടിച്ച, വാശി പിടിച്ച സാഹിത്യകാരനാണ് പൊൻകുന്നം വർക്കി.
രാമചരിതമാനസം നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, രചിച്ചതാരാണ്? തുളസീദാസാണ് രാമചരിതമാനസം രചിച്ചത്. തമിഴ് ഭാഷയിലെ പ്രധാന ഇതിഹാസങ്ങൾ ഏതൊക്കെയാണ്? ചിലപ്പതികാരം, മണിമേഖല. അപ്പോൾ ഈ ചിലപ്പതികാരവും മണിമേഖലയും ഏത് ഭാഷയിൽ രചിക്കപ്പെട്ട രചനകളാണെന്ന് ചോദിച്ചാൽ തമിഴ് എന്ന് പറയാം കേട്ടോ. തമിഴ് ഭാഷയിലെ പ്രധാനപ്പെട്ട ഇതിഹാസങ്ങളാണ് ചിലപ്പതികാരവും അതുപോലെ തന്നെ മണിമേഖലയും. ആട്ടക്കഥ പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവാരാണ്? കൊട്ടാരക്കര തമ്പുരാൻ. അപ്പോൾ എന്താണ് ആട്ടക്കഥ? നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് അല്ലേ? എന്താണ്? കഥകളിയുടെ സാഹിത്യ രൂപത്തിനാണ് ആട്ടക്കഥ എന്ന് പറയുക. ആട്ടക്കഥ പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവാരാണ്? കൊട്ടാരക്കര തമ്പുരാൻ. കഥകളിയുടെ സാഹിത്യ രൂപമാണ് ആട്ടക്കഥ. ആട്ടക്കഥ പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവാരാണ്? കൊട്ടാരക്കര തമ്പുരാനാണ്. കുട നന്നാക്കുന്ന ചോയ് എന്ന കഥാപാത്രത്തെ സൃഷ്ടിച്ചവരാണ്? എം മുകുന്ദനാണ്. കുട നന്നാക്കുന്ന ചോയ് എന്ന കഥാപാത്രത്തെ സൃഷ്ടിച്ചത് എം മുകുന്ദനാണ്. മലയാളത്തിലെ അറിയപ്പെട്ട ഒരു സാഹിത്യകാരനാണ് എം മുകുന്ദൻ. ദൈവത്തിൻ്റെ വികൃതികൾ എന്നതൊക്കെ അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട രചനയാണ്. അപ്പോൾ കുട നന്നാക്കുന്ന ചോയ് എന്ന കഥാപാത്രത്തെ സൃഷ്ടിച്ചത് എം മുകുന്ദനാണ്. കണ്ടാണശ്ശേരിയുടെ കഥാകാരൻ എന്നറിയപ്പെടുന്ന ആരാണ്? കോവിലനാണ്. കണ്ടാണശ്ശേരിയുടെ കഥാകാരൻ എന്നറിയപ്പെടുന്നത് കോവിലൻ. വി അയ്യപ്പൻ എന്ന യഥാർത്ഥ പേരിലുള്ള കോവിലൻ എന്ന തൂലികാനാമം സ്വീകരിച്ച വ്യക്തിയാണ് കണ്ടാണശ്ശേരിയുടെ കഥാകാരൻ എന്ന് അറിയപ്പെടുന്നത്. ജീൻ വാൽജീൻ എന്ന കഥാപാത്രത്തിൻ്റെ സൃഷ്ടാവാരാണ്? വിക്ടർ ഹ്യൂഗോ. പാവങ്ങൾ എന്ന് പറയുന്ന കൃതിയിലെ കഥാപാത്രമാണ് ജീൻ വാൽജീൻ. അപ്പോൾ ജീൻ വാൽജീൻ എന്ന കഥാപാത്രത്തിൻ്റെ സൃഷ്ടാവാരാണ്? വിക്ടർ ഹ്യൂഗോ ആണ്. പ്രാചീന മലയാളം എന്ന കൃതിയുടെ രചയിതാവാരാണ്? ചട്ടമ്പി സ്വാമികളാണ്. പ്രാചീന മലയാളം എന്ന കൃതിയുടെ രചയിതാവാരാണ്? ചട്ടമ്പി സ്വാമികളാണ്. ഇനി പി കുഞ്ഞനന്ദൻ നായരുടെ തൂലികാനാമം എന്താണ്? തിക്കോടിയൻ. തിക്കോടിയൻ എന്ന തൂലികാനാമത്തിലാണ് പി കുഞ്ഞനന്ദൻ നായർ അറിയപ്പെടുന്നത്. പി കുഞ്ഞനന്ദൻ നായർ അറിയപ്പെടുന്നത് എന്താണ്? തിക്കോടിയൻ എന്ന പേരിലാണ്. 100ാമത്തെയും ഈ ക്ലാസ്സിലെ അവസാനത്തെയും ചോദ്യമാണ്. രവീന്ദ്രനാഥ് ടാഗോറിന് നോബൽ സമ്മാനം ലഭിച്ച കൃതി ഏതാണ്? ഗീതാഞ്ജലിയാണ്. അപ്പോൾ ഇന്ന് കൂട്ടുകാരോട് ഒരു ചോദ്യം ചോദിക്കുകയാണ്. ഉത്തരം അറിയുന്ന ആളുകളൊക്കെ കമൻറ്റ് ചെയ്യുക. ചെമ്മീൻ എന്ന് പറയുന്ന നോവൽ രചിച്ചതാരാണ്? ചോദ്യം ചെമ്മീൻ എന്ന നോവൽ രചിച്ചതാരാണ് എന്നുള്ളതാണ്. അപ്പോൾ ഇതിന് ഉത്തരം അറിയുന്ന ആളുകളൊക്കെ താഴെ കമൻറ്റ് ചെയ്യുക. വീണ്ടും നമുക്ക് രണ്ടാമത്തെ ഒരു ക്ലാസ്സുമായിട്ട് എത്രയും പെട്ടെന്ന് നിങ്ങളിലേക്ക് എത്തുന്നതാണ്. അപ്പോൾ ഈ വായനാ ദിനത്തോടനുബന്ധിച്ച് ആര് എവിടെ മത്സരം നടത്തിയാലും അതിൽ ഫസ്റ്റ് പ്രൈസ് നമ്മൾ അടിച്ചെടുക്കണം. അതിനുവേണ്ട എല്ലാ ചോദ്യങ്ങളുമായിട്ട് നിങ്ങളിലേക്ക് ഞങ്ങൾ ഇതിൻ്റെ തുടർ ക്ലാസ്സുകളുമായിട്ട് വീണ്ടും വരും. അപ്പോൾ അടുത്തൊരു ക്ലാസ് വരെ എല്ലാവർക്കും ബ്രേക്ക്. നന്ദി, നമസ്കാരം.